പിണറായി വിജയൻ മർക്കട മുഷ്ടിക്കാരനാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള ധാരണ. പിണറായി വിജയനെ അടുത്തറിയാവുന്നവർക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ മറ്റൊരു രീതിയിലാണ് അവരതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് അതുപോലെ നടപ്പിലാക്കുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ആണെന്നാണ് ആ വിലയിരുത്തലിന്റെ ആകത്തുക. ആ നിലയിൽ നോക്കുമ്പോൾ അത് മർക്കട മുഷ്ടിയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് ഗുണമാണ് പലതും ചെയ്തിരിക്കുന്നത്. പിണറായിയുടെ മർക്കട മുഷ്ടി കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണങ്ങൾ ഉണ്ടായി എന്ന് സംശയിച്ചേക്കാം. ഏറ്റവും ആദ്യം നോക്കുന്നത് അവസാനം ജനങ്ങൾക്കായി തുറന്നു കൊടുത്ത മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ കേന്ദ്രം തന്നെയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം പേർക്ക് ഭംഗിയുള്ള ഒരു ടൗൺഷിപ്പ് ഒരുക്കിയെന്ന് പറയുന്നത് തന്നെ നിസ്സാര കാര്യമല്ല. ഒന്നുകൂടി പറഞ്ഞാൽ മറ്റു ചിലർ ഈ പേരിൽ പിരിവ് നടത്തി ഇട്ട കല്ലിന്റെ മുകളിൽ ഒരു കല്ലുകൂടി വയ്ക്കാൻ സാധിക്കാത്ത കാലത്താണ് ഏതാണ്ട് 200ഓളം കുടുംബങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുത്തത്. നാഷണൽ ഹൈവേ 66 എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്ന കാലത്ത് മൻമോഹൻ സിംഗിനെ കണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയും കൂട്ടരും കൊടുത്ത പ്രധാന നിവേദനം നാഷണൽ ഹൈവേക്ക് 30 മീറ്റർ വീതി മതിയെന്നുള്ളതായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് ഒരുപാട് കാലം കൂടി മൻമോഹൻ സിംഗ് ഒന്ന് ചിരിച്ചു കണ്ടതെന്നാണ് ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും 2016 പിണറായി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടനെ പ്രവർത്തനം ആരംഭിച്ച 66 നമ്പർ ദേശീയപാത മുഴുവൻ ഈ വർഷം അവസാനത്തിന് മുമ്പ് പ്രവർത്തന യോഗ്യമാകുമെന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അന്തർദേശീയ നിലവാരമുള്ള ഈ ദേശീയപാതയിൽ സ്വാഭാവികമായും ഇരുചക്ര വാഹനങ്ങൾക്ക് വിലക്കുണ്ട്. എന്നാൽ അതിനെ ശക്തമായി എതിർക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇതിനെ ശക്തമായി എതിർക്കണമെന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞിരുന്നത്. വിഴിഞ്ഞം തുറമുഖം എടുത്തു പറയേണ്ട മറ്റൊന്നാണ്. എം വി രാഘവൻ അടവച്ച് വിരിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് മുന്നോട്ട് പോകാൻ കഴിയാതെ കിതച്ചു നിന്നപ്പോൾ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചത് പിണറായി വിജയനാണെന്നത് നമ്മൾ നേരിൽ കണ്ടതാണ്. പിണറായി വിജയന്റെ കർക്കശത്തിന്റെ ഫലമാണ് ഇത്രമേൽ വിജയം കണ്ടത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് അതിലുമുണ്ടായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ പാവപ്പെട്ടവർക്ക് വീടുകൾ പണിതു കൊടുക്കുന്നതിന് ശക്തമായ എതിർപ്പ് നിലവിലുണ്ടായിരുന്നു. എത്ര ലക്ഷം വീടുകൾ പണിതുവെന്ന് പ്രതിപക്ഷം കണക്കുകൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്നായിരുന്നു അന്നത്തെ UDF കൺവീനർ MM ഹസൻ പറഞ്ഞിരുന്നത്. പിണറായി വിജയൻ എതിർപ്പുകളെ നേരിട്ട് പൂർത്തിയാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് തീരദേശ ഹൈവേ. അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു പദ്ധതിയാണ് മലയോര ഹൈവേ. കാസർകോട്ടെയും കണ്ണൂരിലെയും മലപ്പുറത്തെയും പാലക്കാട്ടെയും കോഴിക്കോട്ടെയും ഇടുക്കിയിലെയും പത്തനംതിട്ടയിലും ഒക്കെ പഴയകാല വഴികൾ ഓർമ്മയുള്ളവർക്ക് ഇന്നത്തെ അവസ്ഥയുമായി തുലനം ചെയ്ത് നോക്കാവുന്നതാണ്. സ്വന്തം പാർട്ടിക്കാരുടെ ഉൾപ്പെടെ എതിർപ്പുകളെ നേരിട്ടാണ് ഗെയിൽ പദ്ധതി പൂർത്തിയാക്കിയത്. പിണറായി വിജയന്റെ മർക്കട മുഷ്ടിയില്ലായിരുന്നുവെങ്കിൽ അതിന്റെ കാര്യവും കട്ടപ്പുറത്തായിരുന്നേനെ. VD സതീശന് ഓരോ പദ്ധതിയും എതിർക്കും. അങ്ങനെ എതിർക്കും തോറും പിണറായിക്ക് വാശി കൂടിക്കൂടി വരുന്നുവെന്നാണ് പരദൂഷകരുടെ ഒരു അടക്കം പറച്ചിൽ. അതുകൊണ്ടാണല്ലോ UDF സർക്കാരിന്റെ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി തന്റെ സ്വപ്ന പദ്ധതിയായി ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന വയനാട് തുരങ്കപാത പണിയുവാൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന് VD സതീശൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പണി ആരംഭിച്ചത്. ഒരാൾ എന്ത് നടത്തുവാൻ സമ്മതിക്കില്ലെന്ന് പിണറായിയെ വെല്ലുവിളിക്കുന്നുവോ അത് നടത്തി കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് പിണറായിയുടേത്. അതാണ് പിണറായിയുടെ മർക്കട മുഷ്ടി. എന്ത് മോശം കാര്യമാണെങ്കിലും അത് ജനങ്ങളുടെ നന്മയ്ക്ക് ഉപകരിക്കപ്പെടുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണെന്ന് പിണറായി വിജയൻ തന്റെ മർക്കട മുഷ്ടിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. UDFിനെ സംബന്ധിച്ചത് മറ്റൊന്നുമല്ല. UDF പിണറായിയെ എതിർക്കുന്നുവെന്ന ഭാവത്തിൽ എതിർത്തത് മുഴുവൻ കേരളത്തിന്റെ വികസനത്തെയായിരുന്നു. കേരളത്തിലെ ജനം അത് മുഴുവൻ തിരിച്ചറിയുകയും ചെയ്തു. സത്യത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ VD സതീശന് കൊടുക്കേണ്ടതാണ്. അറിയാതെയാണെങ്കിലും പിണറായിയെ വെല്ലുവിളിച്ച് കേരളത്തിന്റെ വികസനം മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധം സാധിച്ചെടുത്തു എന്നതിന്റെ മുഴുവൻ അഭിനന്ദനങ്ങളും VD സതീശന് നൽകണം.